Good afternoon to all. Good afternoon, ma'am. Ma'am. Yeah. Good afternoon. Good afternoon, ma'am. How are you? Oh, that's all we can do. Yeah, I'm already good. Okay, അപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ചോ? Have you had your lunch? മാമിന്റെ ചുമ മാറിയോ? ചുമയ്ക്ക് ഒരു കുറവുമില്ല കേട്ടോ. ഞാൻ കൂടെ ചൂടുവെള്ളം കേട്ടിരിക്കുകയാണ്. സെറ്റാണ്, ഓൾ സെറ്റാണ്. ഇത് നിമിഷവും വരാം. ഞാനത് പറയാനിരിക്കുകയായിരുന്നു ഫസ്റ്റ് ക്ലാസ് തുടങ്ങാനൊക്കെ മുന്നേ പറയാന്ന് വിചാരിച്ച. ക്ലാസ് ടൈമിൽ മാത്രമേ ചുമയുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ. സോ അതുകൊണ്ടായിരിക്കാം മേ ബി വരുന്നത്. അല്ലാതെ ഇപ്പൊ ചുമയുണ്ട്, പക്ഷെ അത്രയും നമുക്ക് ഭയങ്കരമായിട്ട് കുത്തി ചുമയ്ക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ ക്ലാസ് എടുക്കുന്ന ടൈമിൽ അങ്ങനത്തെ ചുമ വരുന്നു. ഫാനിന്റെ കാറ്റും പിന്നെ ക്ലാസ് എടുക്കുമ്പോഴും ഇതിന്റെ ആയിരിക്കാം. ഓക്കെ, അപ്പോ ചുമ വരാൻ ചാൻസ് ഉണ്ട്. ആദ്യമേ തന്നെ ഞാൻ പറയാണ്. ഓക്കെ, പ്ലീസ് അതൊന്ന് ഇഗ്നോർ ചെയ്യാം. ഓക്കെ ഓക്കെ ആണല്ലോ, റെഡി അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ ഫാത്തിമ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത പോർഷൻസ് എല്ലാം വായിച്ചൊക്കെ നോക്കിയാലോ? ഏകദേശം എല്ലാ സ്പില്ലേജ് യൂസ് സെയിം തന്നെയാണ്. അതൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അല്ലെ? അതുകൊണ്ട് പ്രത്യേകിച്ച് ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ചോദിക്കേണ്ടതില്ല. ഒരെണ്ണം പഠിച്ചാലും മതിയാകും. ഓക്കെ, എല്ലാം ഒരേപോലെ തന്നെയാണ്. പ്രൊസീജിയേഴ്സ് ആണെങ്കിലും റൂൾസ് ആണെങ്കിലും എല്ലാം സ്റ്റെപ്സ് ആണെങ്കിലും എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അഞ്ച് സ്പില്ലേജ് യൂസിനെ കുറിച്ച് പഠിച്ചു. ലാസ്റ്റ് പഠിച്ചത് ആണ് അല്ലെ, അഞ്ചാമത്തെയാണ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് ആണ് നോക്കിയത്. സോ വി മൂവ് ഓൺ ദ നെക്സ്റ്റ് one, sixth one, skills in laboratory area microbial cultures. Okay, അപ്പോ ഇനി ലാബിൽ കാണുന്ന പറയുന്ന വേസ്റ്റ് ആണെങ്കിലും അതെങ്ങനെ നമ്മള് എന്താ ഡിസ്പോസ് ചെയ്യണം, അത് ഏതൊക്കെ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്. സോ അതൊക്കെ നോക്കാം. ഓക്കെ, റെഡി? ആക്റ്റീവ് ആണ് എല്ലാവരും? ക്ലാസ് എഴുതാൻ റെഡി ആണോ? അപ്പൊ നോക്കാം കേട്ടോ. സ്ക്രീൻ നോക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റിലോട്ട് നോക്കാം. സ്ക്രീൻ വിസിബിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. യൂസ് PP അല്ലെ, PP കിറ്റ്സ് ഏതൊക്കെയാണ് ഇവിടെ? ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക് ആണ് കേട്ടോ. നോട്ട് മാസ്ക്. അപ്പോ PP കിറ്റ് നമ്മുടെ പറയുന്ന ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പ്രൊട്ടക്റ്റീവ് അല്ലെ എക്യുപ്മെന്റ്സ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അഥവാ അതെന്തൊക്കെയാണ്? കോട്ട് അല്ലെ, ധരിക്കുന്ന വെയർ ചെയ്യുന്ന എന്താണ് ഏപ്രൺ ആക്കാം അല്ലെങ്കിൽ കോട്ട് ആക്കാം അല്ലെ. അത് പിന്നെ ഏതാണ്? ഗ്ലൗസ്, ഗ്ലാസസ് അല്ലെ, സേഫ്റ്റി യൂസ് ചെയ്യുന്ന ഗ്ലാസസ്, മാസ്ക്. ഇതെല്ലാം എന്താണ്? PP കിറ്റ് ആണ്, അറിയാവുന്നതാണ് അല്ലെ. അപ്പോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം? ഡിസ്പോസ് ചെയ്യേണ്ടതാണ് അല്ലെ, ലാബിലുള്ളതാണ്. സോ നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് വെക്കേറ്റ് ഏരിയാസ്. സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല ഇവിടെയും. അതൊക്കെ തന്നെയാണ്. അപ്പോ ഈ PP കിറ്റ് ആണ് നമ്മൾ മെയിൻലി എന്താണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. മാത്രമല്ല അവിടെ യൂസ് ചെയ്തിരിക്കുന്ന എന്ത് തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണെന്ന് അതെല്ലാം നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ലാബിലെ എന്താണ് സ്പില്ലേജ് വേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോ ആദ്യം എന്താ ചെയ്യേണ്ടത്? നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ. അതായത് ആ കടൽ ഏരിയന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്യിക്കുക അല്ലെ, എല്ലാവരെയും വെക്കേറ്റ് ചെയ്യിക്കുക. കവർ ദ സ്പിൽ വിത്ത് അബ്സോർബൻസ് മെറ്റീരിയൽ ഡ്രെഞ്ച്ഡ് ഇൻ എറൈഡ് ഡിസിൻഫെക്റ്റന്റ്. അതായത് ഈ പറയുന്ന PP കിറ്റ് അത് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? അത് ഡിസിൻഫെക്ട് ചെയ്യണം അല്ലെ, അണുമുക്തമാക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അബ്സോർബന്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോ അത് നമ്മള് എവിടെയാണോ ആ ക്ലീൻ ചെയ്യണം, ആ ഒരു പറയുന്ന എന്തിലാണോ നമ്മൾ അത് ഇട്ട് വെക്കുക. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ അത് ഡിസിൻഫെക്ട് ചെയ്യണമെങ്കിൽ ഒന്നിന് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കെമിക്കൽ മെറ്റീരിയൽ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അബ്സോർബന്റ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ അല്ലെ, വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് 1% അവൈലബിൾ ക്ലോറിൻ
or 80% ethanol. അത് അടങ്ങിയ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ ഈ പറയുന്ന PP കിറ്റിന്റെ ആ ഒരു പാർട്ടിക്കൽ ഏരിയയിൽ നമ്മൾ എന്താണ് അത് മുക്കി വെക്കുക. ഈ പറയുന്ന സൊല്യൂഷനിലിട്ട് വെച്ച് മുക്കി വെക്കുക. ഡ്രഞ്ച് ചെയ്യുക. ഡ്രഞ്ച് മീൻസ് നനയ്ക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. നനച്ചു വെക്കുക. അങ്ങനെ ഒരു 10 to 13 minutes നമുക്ക് അങ്ങനെ വെക്കുക. അപ്പോ എന്താണ്, അപ്പോ ഇതിലെ പറയുന്ന എല്ലാ എന്താണ് എല്ലാ ഇൻഫെക്ഷൻസ് ആണെങ്കിലും കെമിക്കൽസ് ആണെങ്കിലും പറയുന്ന ഫംഗസ് ഉണ്ടെങ്കിൽ തന്നെ അതെന്താണ് അണുവിമുക്തമായിക്കൊണ്ട് നശിച്ചു പോകും. അതിനു വേണ്ടിയാണ് ആ സൊല്യൂഷൻ നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പൊ പിപ്പിക്കിട്ട് നമ്മൾ അങ്ങനെയാണ് ക്ലീൻ ചെയ്യുക. ദെൻ റബ് ചെയ്യുക അല്ലെ, ആ ഏരിയ റബ് ചെയ്യുക. റബ് the nearby area using disinfectant solution. ആ സൊല്യൂഷൻ വെച്ചിട്ട് particular area റബ് ചെയ്യുക. അത് ക്ലീൻ ചെയ്യുക. Clean the spillage and disinfectant solution and shift all polluted material to an appropriate waste container. If the spillage is okay, അപ്പോ ചെയ്യേണ്ടത് എന്താണ്, ഈ പറയുന്ന BP കിറ്റ് എന്താ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻസ് വെച്ചിട്ട് ഡ്രെയിൻ ചെയ്യുക, നനച്ച് വെക്കുക. എന്നിട്ട് അതിനുശേഷം റബ് ചെയ്യുക അല്ലെ, റബ് ചെയ്യുക. ആ പർട്ടിക്കുലർ ഏരിയ റബ് ചെയ്യുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യുക. ക്ലീൻ ചെയ്ത് എല്ലാം ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ സ്പില്ലേജ് വേസ്റ്റും ചെയ്യുന്ന പോലെ അതേ മെത്തേഡ്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് കേട്ടോ. വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. Then, if the spillage is huge or includes extremely infectious microorganisms, cabinets may need to be decontaminated with the formaldehyde gas by qualified staff before further use. Raised incident forms. Chapter നമ്മുടെ മോഡ്യൂൾ 2 ചാപ്റ്റർ 13 ആണ് കേട്ടോ. മോഡ്യൂൾ 2 ചാപ്റ്റർ 13 സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടായതല്ലേ? അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ ചാപ്റ്റർ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോ പറഞ്ഞു വരുന്നത്, if the spillage is huge or includes extremely infections, ഈ പറയുന്ന സ്പില്ലേജ് അത്യാവശ്യം നല്ല രീതിയിൽ പറയുന്ന ഇൻഫെക്ഷൻസും ഈ പറയുന്ന മൈക്രോഓർഗാനിസംസ് ഉണ്ടെങ്കിൽ നമ്മള് ഈ പറയുന്ന ഈ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻസ് വെച്ച് മുക്കി വെച്ചാൽ നനച്ചു വെച്ചാൽ പോകണമെന്നില്ല. അത്യാവശ്യം ഒരുപാട് എക്സ്ട്രീം ലെവലാണ് പറയുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന സൊല്യൂഷൻസ് വെച്ചിട്ട് അത് പോകണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഓർ ഡിഹൈഡ് സൊല്യൂഷൻ ലിക്വിഡ് ആയിട്ട് കിട്ടും അല്ലെ. അപ്പൊ ആ സൊല്യൂഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് ക്ലീൻ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമാണ് അത് കണ്ടാമിനേറ്റഡ് ആകും, മീൻസ് അത് അണുവിമുക്തമാകും, പ്രോപ്പർലി അണുവിമുക്തമാകും. അങ്ങനെയാണ് കേട്ടോ. ഒരുപാട് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോർമലി സൊല്യൂഷൻസ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ പറ്റില്ല, അത് പോകില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഓർ ലിക്വിഡ് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യാം. ദെൻ എങ്ങനെയാണ് ക്വാളിഫൈഡ് സ്റ്റാഫ് ആയിരിക്കണം അല്ലെ, ബൈ ക്വാളിഫൈഡ് സ്റ്റാഫ്. അത് ആ പറയുന്ന പെർട്ടിക്കുലർ ലിക്വിഡ് അല്ലെ, ആ പറയുന്ന മെറ്റീരിയൽ കെമിക്കൽ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റാഫ് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. പറയുന്ന ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഹാൻഡിൽ ചെയ്യാൻ, ലിക്വിഡ് പറയുന്ന കെമിക്കൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ അറിയാവുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് വെച്ചിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. ഓക്കെ, ബിഫോർ ഫർദർ യൂസ് റേസ് ഇൻസിഡന്റ് ഫോംസ്. റേസ് ഇൻസിഡന്റ് ഫോംസ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മളത് അതിനുശേഷം എന്താണ് ഇൻസ്ട്രക്ഷൻസും അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയത്. അപ്പൊ അതിന് മുൻപ് തന്നെ ഇതെല്ലാം ചെയ്യണമെന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ. ഓക്കെ, മനസ്സിലായോ? ഒരു പ്രത്യേകിച്ചൊന്നുമില്ല, ക്ലീൻ ചെയ്യുക. ഈ പറയുന്ന ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക, ഡ്രെയിൻ ചെയ്യുക. എന്നിട്ടും ഒരു 10 to 30 minutes അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം റബ് ചെയ്യുക, അത് ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ഡിസ്പോസ് ചെയ്യുക, പറയുന്ന പെർട്ടിക്കുലർ കണ്ടെയ്നർ വേസ്റ്റിലേക്ക് അല്ലെങ്കിൽ വേസ്റ്റ് ബാഗിലേക്ക് ഡിസ്പോസ് ചെയ്യുക. ഇനിയിപ്പോ ഒരുപാട് ഇൻഫെക്ഷൻസ്, എക്സ്ട്രീം ലെവൽ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ വെച്ച് അത് ഡിസ്ഇൻഫെക്റ്റഡ് ആകണമെന്നില്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഓർ ലിക്വിഡ് അല്ലെ, ആ ഒരു മെറ്റീരിയൽ കിട്ടും. സോ അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതാണ് 6th നമ്പർ 6 സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ക്ലിയർ? ഒന്ന് വായിച്ചു നോക്കൂട്ടോ. ഓരോന്ന് നമ്മുടെ ക്ലാസ് എടുത്തതിന് ശേഷം ഒന്ന് വായിച്ചു നോക്കാം. If you have any doubts, you can ask me. Okay, clear? വായിച്ചു നോക്കൂ.
Okay, clear? And the last one is the 7th one, pharmaceuticals, village waste management. Okay. Steps taken for managing pharmaceuticals, village waste are steps. Use personal protective equipment. PPE use here. Personal should use suitable PPE like gloves, goggles, and respirators before going to the spill to prevent contact with the dangerous substance. Okay, അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പറയുന്ന PPE കിറ്റ് നമ്മൾ ധരിക്കേണ്ടതാണ്. അല്ലെ, എല്ലാ സ്റ്റാഫ്സും അല്ലെങ്കിൽ അതുമായി കോണ്ടാക്ട് ചെയ്യപ്പെടുന്ന എല്ലാ സ്റ്റാഫ്സും എന്താ ചെയ്യേണ്ടേ? PPE കിറ്റ് wear ചെയ്യുക അല്ലെ. Then contain the spill. Use absorbent materials such as spill kits to contain the spill and prevent it from spreading. Put the materials in a labeled hazardous bag or container for disposal. ഈ പറയുന്ന സ്പില്ല് എന്താണ് ക്ലീൻ ചെയ്യുക അല്ലെ, അത് എന്താണ് ഡിസിൻഫെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ പറയുന്ന സ്പിൽ കിറ്റ് വഴിയോ എങ്ങനെ വേണമെങ്കിലും അത് ക്ലീൻ ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്, പകരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ആ പഴുത്ത ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അല്ലെ. സോ അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന സ്പില്ല് നമ്മുടെ ഹസാർഡ്സ് ബാഗ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിലോ അല്ലെങ്കിൽ വേസ്റ്റ് ബാഗിലോ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. Then clean up the spill. Abide by the manufacturer's directives for the correct use of absorbent materials to clean the spill. Be conscious to not to spread the pharmaceutical during cleanup. നമ്മൾ പറയുന്ന സ്പില്ല് ക്ലീൻ ചെയ്യേണ്ടതാണ് അല്ലെ. എന്താണ് യൂസ് ചെയ്യണം? നമ്മുടെ കെമിക്കൽസ് അറിയാം, കെമിക്കൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മളത് ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യേണ്ടതാണ്. സോ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും അല്ലെ, ഒരു കെമിക്കൽ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുക. സോ ആ മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് അതിൻ്റെതായ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളുണ്ട്. അത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ എന്താ ഈ പറയുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ പറയുന്ന കെമിക്കൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അബൈഡ് എന്ന് പറയുന്നത് പാലിക്കുക എന്നാണ് കഴിഞ്ഞ. അപ്പൊ ഇതും എല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം ഈ പറയുന്ന എന്താണ് കെമിക്കൽ മെറ്റീരിയൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഇപ്പോ ക്ലോറൈഡ് സൊല്യൂഷൻസോ കൈൻഡ് ഓഫ് കെമിക്കൽ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ആ പെർട്ടിക്കുലർ സ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുക. സോ ആ പ്രൊഡക്റ്റ് എല്ലാനും അല്ലെ, ആ പ്രൊഡക്റ്റ് മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ് ആ പറയുന്ന പ്രൊഡക്റ്റ് എല്ലാനും അവർ പറയുന്ന ഡയറക്ഷനിലും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനിലും കൊണ്ട് മാത്രം അത് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ട് മാത്രമായിരിക്കണം ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്. അഥവാ അങ്ങനെ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ ഹാർംഫുൾ ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ബി കോൺഷ്യസ് നോട്ട് സ്പ്രെഡ് ദ പഞ്ചറി ഡ്യൂറിംഗ് ക്ലീനപ്പ്. ഒരിക്കലും ആ പറയുന്ന പ്രൊഡക്റ്റോ എങ്ങും ആകാതെയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇൻസ്ട്രക്ഷൻസ് വെച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്കില്ല് ക്ലീൻ ചെയ്യേണ്ടതാണ്. Then dispose of waste. All materials that come into contact with the pharmaceutical should be discarded and as hazardous waste in labeled bags or containers. Follow local state and federal regulations for the hospital disposal of hazardous waste. ഡിസ്പോസ് ചെയ്യുക. നോർമലി ഞാൻ എല്ലാ സ്പില്ലേജ് വേസ്റ്റിലും പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയുള്ളൂ. ഡിസ്പോസ് ചെയ്യുക. അതുമായി കോൺടാക്ട് വന്നിരിക്കുന്ന ഏതൊരു വസ്തുക്കളാണെങ്കിൽ പോലും അത് എല്ലാവരും ഡിസിൻഫെക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ പർട്ടിക്കുലർലി എഴുതിയിരിക്കുന്ന ലേബിൾ ചെയ്തിരിക്കുന്ന ഹസാർഡ്സ് ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗിലോ കണ്ടെയ്നേഴ്സിലോ ഈ പറയുന്ന സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. അത് ഫെഡറൽ റെഗുലേഷൻസിനെ ഫോളോ ചെയ്തുകൊണ്ട് ലോക്കൽ സ്റ്റേറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ഈ പറയുന്ന വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. അതർവൈസ് അതെല്ലാനും ഇല്ലീഗൽ ആയിട്ട് മാറും. ഇല്ലീഗൽ പ്രൊസീജിയേഴ്സും എല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. Report the spill. Okay. Spill should be intimated to the concerned personnel for recognition and investigation. അതിനുശേഷം ഇതെല്ലാം ഡിസ്പോസ് ചെയ്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫ്സിനെ നമ്മൾ ഇൻഫോം ചെയ്യുക. ദെൻ അവരെ അതിന്റെ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസും ഡോക്യുമെന്റേഷനും അവര് നടത്തുന്നതായിരിക്കും. ഇത്രയാണ് സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ എന്താണ് 7 ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് നമ്മളുടെ പ്രൊസീജിയേഴ്സും സ്റ്റെപ്സും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണ് എല്ലാം? ഐ തിങ്ക് ഇതെല്ലാം ഇപ്പൊ ഈ പറയുന്ന 7 സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണ്? ഇതെല്ലാം ഒരേപോലെയാണ്. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരില്ല കേട്ടോ. വളരെയധികം സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാലും മതി, എല്ലാം കിട്ടും.
പേര് മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. എത്ര തരം സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടെന്ന് മാത്രം പഠിച്ചു വെക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ബാക്കി എല്ലാവരും സെയിം പ്രൊസീജിയേഴ്സും ഹാൻഡിൽസ് ഒക്കെ തന്നെയാണ്, സെയിം ആണ്. സോ സിമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ ആണ്, മനസ്സിലായി? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, ഏതായിരുന്നു ഫസ്റ്റ് വൺ? ഏതായിരുന്നു ഫസ്റ്റ്? സ്പില്ലേജ് വേസ്റ്റ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. അറിയാലോ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ഓർമ്മ വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. ദെൻ നമ്മൾ പഠിച്ച ഏതാണ്? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ആണ്. ദെൻ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്, chemical spillage waste, and the next one is the radioactive spillage waste, and the spill in laboratory area, and the last one is pharmaceutical spillage waste. Okay, അപ്പോൾ എത്ര തരം സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്, അത് ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വയ്ക്കുക. പിന്നെ ഏതെങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്, ഇതെല്ലാവരും പഠിച്ചു വെക്കുക. നന്നായിട്ട് വായിച്ചു നോക്കാം. ഓരോ കാര്യങ്ങളും നന്നായിട്ട് തന്നെ വായിച്ചു നോക്കാം. ഓരോ സെന്റൻസ് വൈസ് ആവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. മോക്ക് ടെസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ നിങ്ങൾക്ക്? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, സിമ്പിൾ ആണോ? ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ആ രീതിയിലാണ് നമുക്ക് എക്സാമിലാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നും കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയും. കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ മെഡിക്കൽ ടേംസ് ആണ്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കാണാതെ പഠിക്കണം. ഓരോ നെയിംസ് ആണെങ്കിലും ടേംസ് ആണെങ്കിലും നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. അതർവൈസ് നമ്മളിതെല്ലാം മനസ്സിലാക്കി പഠിക്കേണ്ടതും കൂടിയാണ്. നമ്മളിതെല്ലാം പഠിച്ച് പ്രാക്ടിക്കലാണ് ചെയ്യേണ്ടതെല്ലാം. സോ അതെല്ലാം മനസ്സിലാക്കി ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ മാക്സിമം മനസ്സിലാക്കി പഠിക്കുക. ടെക്സ്റ്റ് നല്ലോണം ഒരു റിലേഷൻ തന്നെ വേണം. ഓരോ സെന്റൻസ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാക്കാൻ പറ്റണം. ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. സോ ടെക്സ്റ്റുമായിട്ടുള്ള കണക്ഷൻ അത്യാവശ്യമാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാം. നന്നായിട്ട് വായിച്ചു നോക്കാം. ഏതൊരു ചാപ്റ്റർ, എന്റെ ചാപ്റ്റർ മാത്രമല്ല, എല്ലാ ടീച്ചേഴ്സിന്റെ ചാപ്റ്റേഴ്സ് ആണെങ്കിലും നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? ഇതുവരെ എടുത്ത പോർഷൻസ് എല്ലാം ക്ലിയർ ആയോ? ഓക്കെ ആണ്, ഡൗട്ട്സ് ഒന്നുമില്ല? ഓക്കെ, ക്ലിയർ. ഇന്ന് ഹരിത ക്ലാസ്സിലില്ലേ? ആബ്സെന്റ് ആണോ? ഹരിത ഇല്ല. ഓക്കെ, ഹരിതയ്ക്ക് മിക്കവാറും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹരിതയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ചുമ്മാ കളിയാക്കിയല്ല കേട്ടോ, ചുമ്മാ തമാശക്ക് പറഞ്ഞാണേ. ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല. എന്തായാലും ടീച്ചേഴ്സ് എല്ലാം ഹരിതയെ ഓർക്കുന്നുണ്ട്, ഹരിത എല്ലാവർക്കും അറിയാം. അതാ ഡൗട്ട് ചോദിക്കുന്നോണ്ടാണല്ലോ അല്ലെ? ഓക്കെ, അപ്പോ ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻസ് എല്ലാം ക്ലിയർ ആണ്, മനസ്സിലായി? നെക്സ്റ്റ് മൂവിംഗ് ഓൺ ദ നെക്സ്റ്റ് പോർഷൻ, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. എന്തൊക്കെയാണ് അല്ലെ ട്രെയിൻ ചെയ്യുന്നതും അതിനെ കുറിച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം. Here are some important aspects of training and education for spillage waste management in a hospital. എന്തൊക്കെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഹോസ്പിറ്റൽസിലെ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അല്ലെ? അത് ട്രെയിനിങ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എന്തൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സും പ്രൊസീജിയേഴ്സും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. First one is identification of spillage waste. Proper training should be given to the health workers to identify various types of spillage waste and the related risks and danger. അതായത് നമ്മള് ഫസ്റ്റ് തന്നെ സ്പില്ലേജ് വേസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് അല്ലെ? ഈ പറയുന്ന ഏത് ഹോസ്പിറ്റൽസിലും സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എന്ത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതും അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫ്സ് ആണ്. സോ അവർക്ക് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതും ട്രെയിനിങ് കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഏതൊരു ഡിപ്പാർട്ട്മെന്റിനെയും ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാവും. ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുമ്പോഴും ആ പർട്ടിക്കുലർ സ്റ്റാഫ്സിന് നമ്മൾ രീതിയിൽ അതിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കണം. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. സോ ട്രെയിൻ ചെയ്യുക. അവർ എങ്ങനെ വേണ്ടി ട്രെയിൻ ചെയ്യേണ്ടത്? ഇപ്പൊ സ്പില്ലേജ് വേസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ എങ്ങനെയാ ട്രെയിൻ ചെയ്യുക? ഫസ്റ്റ് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യണമല്ലോ. സ്പില്ലേജ് വേസ്റ്റ് ഏത് തരം സ്പില്ലേജ് വേസ്റ്റ് ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെന്താ ചെയ്യേണ്ടേ? അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന റിസ്ക് ആണ് അല്ലെ? അപകടങ്ങളും
എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതും അവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ അതിനെക്കുറിച്ചും അവർക്ക് ഒരു അവയർനെസ് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. സോ വി മസ്റ്റ് ട്രെയിൻ ദ പർട്ടിക്കുലർ സ്റ്റാഫ്സ് who work in spillage waste management. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ എന്താണ് ഐഡന്റിഫൈ ചെയ്യുക വേസ്റ്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്, ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് ഉള്ളതെന്നൊക്കെ അവർക്ക് അറിയണം അല്ലെ, അറിയാൻ പറ്റും. സോ അതെല്ലാം പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെ. ഏതൊരു കാര്യത്തെ കുറിച്ചും നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ്, അവരെ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത് അല്ലെ. സോ പറഞ്ഞു കൊടുക്കുക എല്ലാം വ്യക്തമായിട്ട് തന്നെ അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കണം. കാരണം ഓരോ സ്പില്ലേജ് വേസ്റ്റ് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതെല്ലാം നമുക്ക് ഹ്യൂമൻ ഹെൽത്തിനായിക്കോട്ടെ എൻവയോൺമെന്റിനായിക്കോട്ടെ എല്ലാവർക്കും ഹാർംഫുൾ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് അവയർനെസ് കൊടുക്കേണ്ടത് ഈ ട്രെയിൻ ചെയ്യുന്നവരാണ് അല്ലെ. സ്റ്റാഫ്സ് ആണെങ്കിൽ അത്രയും നമ്മൾ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ അവരിതിനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ അവർക്ക് എഡ്യൂക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ട്രെയിനിങ് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ അവരാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത്. അവരെന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കാണത് ബാധിക്കുക. സോ വി മസ്റ്റ് train or educate provide education about spillage waste, how to clean or how to handle the spillage waste in proper way. Okay, and the first point is identification of spillage waste and proper disposal. And the second one is handling and disposal procedures. Proper training should be given to the health workers handling and disposal procedures for each type of spillage waste. This consists of the use of personal protective equipment, containment of the spill, and proper disposal of the waste. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെ, പ്രോപ്പർ ആയിട്ട് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണം. സോ അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് അല്ല, നിയമ നടപടിക്രമങ്ങൾ എല്ലാവരും ഈ പറയുന്ന സ്റ്റാഫ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സ് ആയിക്കോട്ടെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും ട്രെയിൻ ചെയ്യേണ്ടതും ഇമ്പോർട്ടന്റ് ആണ്. സോ വി മസ്റ്റ് ട്രെയിൻ ദാറ്റ് അബൌട്ട് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് അബൌട്ട് ഫോർ എന്താണ് പറയുന്ന സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, സോ അവർക്ക് നമ്മൾ ഇതുവരെയും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഓരോ സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതൊക്കെ ഓരോ സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചപ്പോഴും ഡിസ്കസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞാണ്. സോ ആ രീതിയിൽ തന്നെ ഡിസ്പോസ് ചെയ്യണം, അതിന്റെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഈ പറയുന്ന ഹെൽത്ത് വർക്കേഴ്സിന് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവരാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അവർ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ അത് നമ്മളെയാണ് അല്ലെങ്കിൽ എൻവയോൺമെന്റിനെയാണ് അത് എഫക്ട് ചെയ്യേണ്ടത് അല്ലെ, എഫക്ട് ചെയ്യുന്നത്. സോ അവര് അത് അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. സോ അത് അതിൽ ട്രെയിൻ ചെയ്യേണ്ടതും അവർക്ക് അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇൻഫർമേഷൻസ് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കേട്ടോ. സോ അപ്പോ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയറാണ് സെക്കൻഡ് പോയിന്റ്. അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ ഏത് കണ്ടെയ്നറിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ്, എവിടെ ഡിസ്പോസ് ചെയ്യണം, അതെങ്ങനെ ക്ലീൻ ചെയ്യണം, എന്തൊക്കെ സൊല്യൂഷൻസ് വെച്ച് ക്ലീൻ ചെയ്യണം, ആ സൊല്യൂഷനിൽ ക്ലീനിങ് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്, ഇനിയിപ്പോ ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ എന്താ അവിടെ ചെയ്യേണ്ടത് അല്ലെ. നമ്മൾ ഓരോ സ്പില്ലേജ് വേസ്റ്റും ക്ലീൻ ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ മെർക്കുറി ചെയ്യുന്ന ടൈമിൽ എന്താണ്, അത് ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്താൽ ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്. അപ്പോ മെർക്കുറി ക്ലീൻ ചെയ്തതിനു ശേഷം എന്താണ് വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്യുക. പിന്നെന്താണ് ഓരോ ഏരിയാസ് അപ്പോ പറഞ്ഞിരുന്ന അത് ക്ലീനിങ് ആണ്. ക്ലീനിങ് പ്രോസസ്സിൽ നമ്മള് സൊല്യൂഷൻസ് വെച്ചിട്ട് കെമിക്കൽ സൊല്യൂഷൻസ് വെച്ചിട്ട് നമ്മൾ പതിവ് രീതിയിൽ ക്ലീൻ ചെയ്യാൻ ശേഷം നമ്മൾ നോർമലി വാട്ടർ യൂസ് ചെയ്ത് ഒന്നുകൂടെ ക്ലീൻ ചെയ്യും. സോ 2 times ഒക്കെ നമ്മളിവിടെ ക്ലീൻ ചെയ്യാറുണ്ട്, അവിടുത്തെ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും പിന്നെ എന്താണ് പറയുന്ന ഏരിയയിലുള്ളവരെ എല്ലാവരെയും എവിക്ട് ചെയ്യുക, ആ ഏരിയ ആരും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പറയുന്ന വിൻഡോസ് ആണെങ്കിലും ഓപ്പൺ ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും
ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ഹെൽത്ത് വർക്കേഴ്സ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് അവയർനെസ് ആണെങ്കിലും അതിനെക്കുറിച്ച് ട്രെയിനിങ് ആണെങ്കിലും should be provided to them. Okay. And next point is response plan. Hospitals must maintain a response plan in place for village instance. Healthcare workers should be given training in the steps of this response plan that includes who to contact, how to contain the spill, and how to clear and discard the waste. അതായത് ഈ പറയുന്ന വില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ട് നമുക്കൊരു റെസ്പോൺസ് പ്ലാൻ വേണം അല്ലെ. നമ്മൾ നേരത്തെ ഈ വേസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ടൈമിലാണെങ്കിൽ ക്ലാസ് എടുക്കുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടൈമിൽ പറയുന്നുണ്ട് റെസ്പോൺസ് പ്ലാൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് ഏത് തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എന്ത് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ പോലും ഒരു പ്രോപ്പർ പ്ലാൻ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽസിന് ഒരു മസ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്ലാൻ കൂടിയാണ് ഈ റെസ്പോൺസ് പ്ലാൻ. About this village waste, how to clean, how to contain the spill, or how to clear the area, and how to dispose the waste. ഇതിനെക്കുറിച്ച് എല്ലാവരും ഈ പറയുന്ന വർക്കേഴ്സ് ആണെങ്കിലും സ്റ്റാഫ്സ് ആണെങ്കിലും ബോധേർഡ് ആയിരിക്കണം. അതെങ്ങനെ ചെയ്യണം അല്ലെ. അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ അതുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യണം. മീൻസ് കോണ്ടാക്ട് എന്ന് വെച്ചാൽ ഇടപഴകണം എന്നാണ് കേട്ടോ. അപ്പോ ആരത് വില്ലേജ് വേസ്റ്റ് ആരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യിക്കണം, ആരെ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല, ആരാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്, പിന്നെ അതെങ്ങനെ കണ്ടെയ്ൻ ചെയ്യണം, വില്ലേജ് വേസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാം, അതുപോലെ തന്നെ വില്ലേജ് വേസ്റ്റ് ഏരിയ നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്യുക, ക്ലീൻ ചെയ്യുക, അതിനെ ഡിസ്പോസ് ചെയ്യുക. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ പ്ലാൻ ഓർ റെസ്പോൺസ് പ്ലാൻ ഉണ്ടാവേണ്ടത് ഏതൊരു ഹോസ്പിറ്റൽസിലും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ആ പ്ലാനിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന പർട്ടിക്കുലർ ഏരിയാസ് ആണെങ്കിൽ ഈ പർട്ടിക്കുലർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഏരിയാസ് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണെങ്കിലും ഏത് റിസ്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽസിലോ അതർ ഓർഗനൈസേഷനിലോ എന്തായിക്കോട്ടെ, നമ്മൾ ഈ പ്രോപ്പർ പ്ലാൻ ഇപ്പോൾ ടീച്ചിങ് എന്റെ കരിയർ ടീച്ചിങ് കരിയറാണ്. സോ ടീച്ചിങ് കരിയറിൽ പോലും നമുക്ക് എത്ര പോർഷൻ നമുക്ക് എടുക്കാൻ പറ്റും, ഏതൊക്കെ പോർഷൻസ് അവർ ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റും, എങ്ങനെ ക്ലാസ് എടുക്കണം, എത്ര നേരം എടുക്കണം, അതെങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ അതിനെ കുറിച്ച് അതിന്റെ ബേസ് നമ്മൾ എന്തൊക്കെ പറയണം. സോ നമുക്ക് ആസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലാൻ നമുക്കുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ജോബിലാണെങ്കിലും ഏത് വർക്കേഴ്സിനാണെങ്കിലും അതുപോലത്തെ ഒരു പ്ലാൻ എന്തായാലും ഉണ്ടാവും അല്ലെ. സോ ആ പ്ലാനിന്റെ ബേസിലായിരിക്കും ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാം. അതുപോലെ തന്നെയാണ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കാരണം ആ വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യണം, ആ ഏരിയ നമ്മളെങ്ങനെ ക്ലിയർ ചെയ്യുക, ക്ലീൻ ചെയ്യുക, ആ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുക, അതുപോലെ തന്നെ ആ വേസ്റ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്യുക, സോ അതെങ്ങനെ കണ്ടെയ്ൻ ചെയ്യുക, ഇതെല്ലാത്തിനെയും കുറിച്ചുള്ള പ്രോപ്പർ പ്ലാൻ എന്താണ് വർക്കേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ടതും ട്രെയിൻ ചെയ്യേണ്ടതും ആണ്. ഹോസ്പിറ്റൽ ആ ഒരു പ്രോപ്പർ പ്ലാൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതാണ് എന്താ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. And the next one is the communication. Communication is necessary for successful village waste management. Proper training should be given to health workers to communicate effectively with each other and with other departments like environmental services to make sure that village waste is properly handled and discarded. Communication is important. Communication must അല്ലെ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എന്തൊരു കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അല്ലെ. ഒരു ഇപ്പോ പറയുന്ന ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ വളരെയധികം അത് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അപ്പൊ സക്സസ്ഫുള്ളി ആ ഒരു കാര്യം കംപ്ലീറ്റ് ആണെങ്കിൽ എന്ത് തരത്തിലുള്ള എന്തൊരു കാര്യമാണെങ്കിൽ പോലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകണമെങ്കിൽ ആ വർക്കേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അല്ലെ ആരാണെങ്കിലും മനുഷ്യരാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. എന്തൊരു കാര്യം സക്സസ്ഫുൾ ആയിട്ട് നടക്കണമെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഇസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കാര്യം. വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആ ടൈമിൽ അല്ലെങ്കിൽ ആ വർക്കേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതും കൂടെയാണ് അല്ലെ. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതെങ്ങനെ ചെയ്യണം അല്ലെ. അതെ,
അപ്പോ ഏതൊക്കെ രീതിയിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്, പ്രോപ്പർ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടോ, ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ. സോ അതെല്ലാം അറിയേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ communicate effectively with each other and with other departments. Other department ആയിട്ടും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും അല്ലെ. അവയസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു, ഡിസ്കാർഡ് ചെയ്തു, ഡിസ്പോസ് ചെയ്തു എന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ഇമ്പോർട്ടന്റ് key point. Alright. So that's a fourth point. And next one is a record keeping of training given to health workers in a record keeping on it. In record keeping procedures for spillage waste, this consists of documentation of the skill, the kind of waste, the handle and disposal procedures used, and any follow-up actions taken. അതായത് ഇനി റെക്കോർഡ് കീപ്പ് ചെയ്യണം അല്ലെ. നമ്മള് എല്ലാ സ്പില്ലേജ് വേസ്റ്റും ഡിസ്പോസ് ചെയ്യേണ്ട സമയത്ത് ചെയ്തതിനു ശേഷം നമ്മൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട കൺസിഡർ ചെയ്ത സ്റ്റാഫ്സിനെ നമ്മൾ ഇൻഫോം ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഡോക്യുമെന്റേഷൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോ അത് അവർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ആയി പറയുന്ന റെക്കോർഡ് ഉണ്ടാകും. സോ ആ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതെങ്ങനെ കീപ്പ് ചെയ്യണം, ഇതെല്ലാം എങ്ങനെയാണ് അത് കീപ്പ് ചെയ്യേണ്ടതെന്ന് ആ റെക്കോർഡ്സ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, അത് റെക്കോർഡ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ആ റെക്കോർഡ്സ് എങ്ങനെ നമ്മൾ റിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള രീതിയിൽ അതിനെ കുറിച്ച് നമ്മൾ പറയുന്ന അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോട് ട്രെയിൻ ചെയ്യേണ്ടതും ആവശ്യമാണ്. സോ ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ സ്പില്ലർ കൈൻഡ് ഓഫ് വേസ്റ്റ്, അത് എന്തൊക്കെയുള്ള വേസ്റ്റ് ആണ്, ഹാൻഡിൽ ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്, ഏതൊക്കെ ഹാൻഡിലിംഗ് പ്രൊസീജിയേഴ്സ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്തത്. സോ അതേ രീതിയിൽ എന്തെങ്കിലും ആക്ഷൻസ് എടുത്തോ. ഓക്കെ, അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ്, റെക്കോർഡാണ് എന്നത് അല്ലെ, റെക്കോർഡാണ് എന്നത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യേണ്ടത് ആ റെക്കോർഡിലാണല്ലോ. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ആയിക്കോട്ടെ, ആ റിപ്പോർട്ടിൽ വരുന്ന ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ വേസ്റ്റ് ആണ്, അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, അത് എങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് അത് ഡിസ്പോസ് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തു, എന്ത് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ നമ്മൾ ക്ലീൻ ചെയ്ത്, നമ്മൾ ക്ലീൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അത് ഫോളോ ചെയ്യേണ്ടി വന്നു, ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ എങ്ങനെ ഫോളോ ചെയ്തു, എങ്ങനെ ക്ലീൻ ചെയ്തു. സോ അതുമായി ബന്ധപ്പെട്ട കോണ്ടാക്ട് വന്ന സ്പിൽ ആയിക്കോട്ടെ അതെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്തു, അതേപോലെ ഡിസ്പോസ് ചെയ്തു, അതെങ്ങനെ ഡിസ്പോസ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് എല്ലാ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് അബൌട്ട് സ്പില്ലേജ് വേസ്റ്റ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാണ് കീപ്പ് ചെയ്യുക അല്ലെ. ആ റെക്കോർഡിലാണെങ്കിൽ ആ റിപ്പോർട്ടിലാണ്. ആ റിപ്പോർട്ട് കീപ്പ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. സോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതെങ്ങനെ കീപ്പ് ചെയ്യേണ്ടതും അതിനെ കുറിച്ച് എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും എല്ലാം നമ്മൾ അത് ട്രെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ആർക്കാണ് അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന് അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സിന് ട്രെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, and the last point is ongoing education. Spillage waste management training should be continuous and modernized to reflect changes in procedures, regulations and the best practices. അപ്പോൾ ഓൺഗോയിങ് എഡ്യൂക്കേഷൻ നമ്മൾ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതെല്ലാം ഫോളോ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം, ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാം, ആ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം, ചിലപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ പ്രൊസീജിയേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ റൂൾസിനായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രാക്ടിക്കൽ അല്ലെ ആ ഏരിയ ആ ഒരു രീതിയിലും നമുക്ക് ചേഞ്ചസ് വന്നുകൂടായൊന്നുമില്ല. ചിലപ്പോൾ വരാം. മോഡേണൈസ്ഡ് സിറ്റുവേഷൻ വരാം. കുറച്ചുകൂടി മോഡേൺ ആയി കഴിയുമ്പോൾ നമുക്ക് പറയുന്ന നമുക്ക് എങ്ങനെ ചെയ്യേണ്ട അത് ഇങ്ങനെ ചെയ്യാം, അതിനെ കുറിച്ച് ബെറ്റർ ഇങ്ങനെയും തോന്നാലോ. സോ ആ രീതിയിലും പ്രൊസീജിയേഴ്സിനും അല്ലെങ്കിൽ റൂൾസിനൊക്കെ ചേഞ്ചസ് വരാനും ചാൻസ് ഉണ്ട്. സോ അതിപ്പോ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുക, ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണ്. അതെല്ലാം കഴിയുന്നുണ്ട്. ഇന്ന് പഠിച്ചായിരിക്കും നമ്മൾ നാളെ പഠിക്കുന്നത്. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോ സിലബസ് ആണെങ്കിലും ചില കുട്ടികളുടെ സിലബസ് ബുക്ക് ആണെങ്കിലും ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണല്ലോ. സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, പഠിച്ചുകൊണ്ടേയിരിക്കണം. അല്ല, മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. എല്ലാ കാര്യത്തിനെ കുറിച്ചും അപ്ഡേറ്റഡ് ആയിരിക്കണം. സോ അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഐ തിങ്ക് സോ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
Effective training and education for village waste management will minimize the risks and hazards related with this village waste in the hospitals and make sure the safety of health workers, patients, and the environment. അപ്പോൾ നല്ല രീതിയിൽ ഈ സ്റ്റാഫിനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവുക കുറച്ചുകൂടി കുറയും അല്ലെ, റിസ്ക് ആണെങ്കിലും ഹസാർഡ്സ് ആണെങ്കിലും അപകടങ്ങളാണെങ്കിലും കുറച്ചൊക്കെ കുറവ് വരാണ്. നമ്മുടെ ഹോസ്പിറ്റൽസ് അത് കുറച്ചുകൂടി സേഫ്റ്റി സേഫ് ആവാനും വേസ്റ്റ് അത് നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യാനും മെയിനായിട്ട് അപകടങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യുക അല്ലെ. അങ്ങനെ നല്ല രീതിയിലുള്ള അപകടങ്ങളും റിസ്ക് ആണെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. Then health workersന്റെയും അല്ലെ പേഷ്യൻസിന്റെയും എൻവയോൺമെന്റും അത് സേഫ് ആണ് എന്ന് നമുക്ക് make sure ചെയ്യാനും പറ്റും. So effective training is the important thing to work with village waste management. So we must provide the health workers, provide training to health workers about how to clean or how to clear or how to dispose the village waste management properly. So that's all. So the രീതിയിൽ ക്ലീൻ ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക, അങ്ങനെ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹ്യൂമൻ ഹെൽത്ത് ആയിക്കോട്ടെ, അത് human health എന്ന് പറയുമ്പോൾ ആരുപ്പെടാം, health workers and patients is all humans. So human health and environment also protected or safety അല്ലെ, സേഫ്റ്റി ആയിരിക്കും. അപ്പോ ഇങ്ങനെ ഇത്രയും രീതിയിലാണ് നമ്മള് വില്ലേജ് വേസ്റ്റ് നന്നായിട്ട് മാനേജ് ചെയ്യേണ്ടതും അതിനെക്കുറിച്ച് ട്രെയിൻ ചെയ്യേണ്ടതും എല്ലാം നമ്മൾ നോക്കി. സോ പോയിന്റ്സ് എല്ലാം നന്നായിട്ട് വായിച്ചു നോക്കാം. Is it clear or not? If you have any doubts, can ask me without any hesitation. Okay, clear? So let's read it now. Okay, മനസ്സിലായോ? ക്ലിയർ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി 2 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. സോ ഇന്നത്തെ ക്ലാസ് കൊണ്ട് വേണമെങ്കിൽ എനിക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം. എന്താ ചെയ്യണ്ടേ? കംപ്ലീറ്റ് ആക്കണോ അല്ലെങ്കിൽ ഇത്രയും മതിയോ? പറയൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഓക്കെ, എല്ലാരും ക്ലാസ്സിലുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. ഒന്നുമില്ലല്ലോ.
നെക്സ്റ്റ് പോർഷനിലേക്ക് എടുത്തോട്ടെ എടുക്കാലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? എന്ത് പറയുന്നു? കേൾക്കുന്നുണ്ട്. അപ്പൊ റെസ്പോണ്ട് ചെയ്യൂ, പറയൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കണോ അല്ലെങ്കിൽ ഇപ്പൊ എടുക്കണോ? നെക്സ്റ്റ് ക്ലാസ് മതി. ഓക്കെ. വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ഇങ്ങനെ ചോദിക്കാറുണ്ടോ? ഇല്ല. നെക്സ്റ്റ് ക്ലാസ് മതി. ഓ സന്തോഷായി, ഇനി പഠിക്കണ്ടല്ലോ, മതി. ഓക്കെ. കാരണം ഇനി എടുത്താൽ ചിലപ്പോ കുറച്ച് പോർഷൻ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകും. അപ്പോ ഇതുകൂടെ നമ്മൾ ചർച്ച കംപ്ലീറ്റ് ആയത്. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? എങ്ങനെയുണ്ടായിരുന്നു? സ്പീഡൊന്നുമില്ലല്ലോ, റിലാക്സ് ചെയ്ത് പോയി. സ്ലോവിലാണ് നമ്മൾ പഠിച്ചത്. പഠിച്ച കാര്യങ്ങൾ കുറച്ച് വ്യക്തമായിട്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലെ? പഠിച്ചതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. ബോറാണ് ക്ലാസ്? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. ബോറിംഗ് ഒന്നുമില്ലല്ലേ? ഓക്കെ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഒരു 15 മിനിറ്റ്സ് ടൈം ഉണ്ട്. എന്താ ചെയ്യണ്ടേ? ക്ലാസ് എടുക്കണോ ചുമ്മാ വർത്താനം പറയണം? റെക്കോ ക്ലാസ് കാണുന്നവരുടെ ചീത്ത പറയും. മിസ്സിന് ക്ലാസ് എടുത്ത് പോയിക്കൂടെ, എന്തൊക്കെയാ പറഞ്ഞിരുന്ന പറയണം. മിസ് മാത്രമാണെങ്കിലേ പറയുന്നെന്ന് പറയും. ബാക്കി എല്ലാ ടീച്ചേഴ്സും ഫുള്ള് ക്ലാസ് ആണ്, ഞാൻ മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയും. കംപ്ലീറ്റ് ചെയ്ത് പിടിക്കുക. 2 മോഡ്യൂള് കഴിഞ്ഞാൽ എക്സാം ഉണ്ടോ? എക്സാം ഉണ്ട് കേട്ടോ. മോഡ്യൂൾ 1 ഉം 2 ഉം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എക്സാം ഉണ്ട്. ഓക്കെ. കുറച്ച് ദിവസമായിട്ട് അശ്വതി മിസ് ലീവ് ആണ്. സോഷ്യൽ മിസ്സിന്റെ കംപ്ലീറ്റ് ഒന്നും വരില്ല. നോക്കാം. റെക്കോ ക്ലാസ് കാണുന്നവരെ പറയും ഇത്രയും സമയം മിസ്സിന്റെ ക്ലാസ് എടുത്തുകൂടെ എന്ന് ചോദിക്കും. ഓക്കെ. അപ്പൊ അശ്വതി മിസ് കുറച്ച് ദിവസമായിട്ട് ലീവ് ആണ്. അപ്പൊ മിസ്സിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആകാനുണ്ട്. ഓക്കെ. മിസ്സിന് വയ്യാതിരിക്കുകയാണ് കേട്ടോ. എക്സാം എന്നാണെന്ന് അറിയില്ല. മോഡ്യൂൾ നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആവണ്ടേ? 4 മോഡ്യൂൾ കഴിഞ്ഞിട്ടില്ല മാം. മെയിൻ എക്സാം വരാം. മെയിൻ എക്സാം വരാം. നമുക്ക് ടേം 1 ടേം 2 എക്സാം ഉണ്ട്. അതിനുശേഷമാണ് മെയിൻ എക്സാം വരാം. ഓക്കെ. ടേം 1 മോഡ്യൂൾ 1 ഉം 2 ഉം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ടേം 1 ആണ്. ദെൻ 3 and 4 കംപ്ലീറ്റ് ആകുമ്പോൾ ആക്ച്വലി മാമിന് ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ ആണ്. ഓക്കെ ആയി വരുന്നു. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അത്യാവശ്യം സ്ട്രെയിൻ വരുന്നുണ്ടല്ലോ. നമ്മൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം വായിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രെയിൻ വരുന്നത്. ഇങ്ങനെ വെറുതെ കേട്ടാൽ മതിയല്ലോ. എന്ത് രസമാണല്ലേ ക്ലാസ്സിനെ കേട്ടിരിക്കാൻ അല്ലെ? നമ്മളിങ്ങനെ അത് വായിക്കണം, അതിങ്ങനെ പറഞ്ഞു സ്ട്രെയിൻ വരും. അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് റെസ്റ്റ് വേണം. അതുകൊണ്ട് റെസ്റ്റ് ആണ്. മോഡൽ എക്സാം ഉണ്ടാകുന്നു. വോട്ട് ചെയ്തു. മോഡൽ എക്സാമോ? ടേം എക്സാം തന്നെ മോഡൽ അല്ലേ? മോക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ, എല്ലാ ദിവസവും നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ പോരെ അല്ലേ? ഇങ്ങനെയാണ് എക്സാം വരാ. എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ എടുക്കരുത് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എക്സാമിനെ ആലോചിച്ച് ടെൻഷൻ എടുക്കണ്ട. ആ സമയം കൊണ്ട് നന്നായി ടെക്സ്റ്റ് ഒക്കെ വായിച്ചു നോക്കാം. ഓരോരോ കാര്യങ്ങൾ വായിക്കാം. ഡൗട്ട്സ് വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് പോകാം. ടീച്ചേഴ്സിനോട് തന്നെ ഡൗട്ട്സ് ചോദിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളെല്ലാവരും വലിയ കുട്ടികളാണ്. നിങ്ങളെല്ലാം കുട്ടികളാണോ എന്ന് ആലോചിച്ച് നോക്കിയത്. കുട്ടികൾക്ക് തന്നെ കുട്ടികളുണ്ട് ഇപ്പൊ അല്ലെ? അപ്പൊ കുട്ടികളാണോ? അല്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം. കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ അറിയണം. നമ്മൾ തന്നെ റെഫർ ചെയ്യുക, കണ്ടുപിടിക്കുക, പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മറക്കില്ല. ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുന്നേ. വളരെ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇവരൊക്കെ തന്നെയാണ്, പഠിക്കാനൊന്നുമില്ല. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞുതരും. ഓക്കെ. ഇൻവിജിലേറ്റേഴ്സ് പറയുന്ന പോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം. നാളെ ക്ലാസ് ഉണ്ട്. നാളെ ഞാൻ അറിഞ്ഞിട്ടില്ല. ചാപ്റ്റർ കഴിഞ്ഞാണ്. ഡൗട്ട്സ് മാത്രമേ ഉള്ളൂ. മോഡ്യൂൾ 1 and 2. മോഡ്യൂൾ 1ലും 2ലും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടോ അത്രയും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എക്സാം വരാൻ. ഓക്കെ. നാളെ ക്ലാസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അറിയില്ല എനിക്ക്. ഇനി ക്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും. വോട്ടാണ് ശരിയാണ് അറിയില്ല. എന്തെങ്കിലും ഇൻഫർമേഷൻ വരും കേട്ടോ. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടാവില്ല. നോർമലി ക്ലാസ് ഉണ്ടാകും. ഇല്ലെങ്കിൽ ഇൻഫർമേഷൻ വരും. സോ ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ എന്താണ് എക്സാമിനെ കുറിച്ച് ഞാനൊന്നും പറയില്ല. എന്താണിത്
ആ നന്നായിട്ട് പഠിക്കൂ. ഗൈഡ് ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും നന്നായിട്ടൊക്കെ വായിച്ചൊക്കെ നോക്കൂ. മോക്ക് ടെസ്റ്റ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പറയൂ? എല്ലാ ടീച്ചേഴ്സിനെയും മോക്ക് ടെസ്റ്റ് എങ്ങനെയുണ്ട്? അച്ഛനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അറിയോ? സിമ്പിൾ ആണ്. അതുപോലൊക്കെ തന്നെയായിരിക്കും എക്സാം വരാട്ടോ. ടെൻഷൻ അടിക്കാതെ എക്സാം എഴുതാം. അത് ആദ്യം ശ്രദ്ധിക്കുക. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാല് ഉള്ളതും കൂടെ നിങ്ങൾ മറന്നു പോകും. അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ടെൻഷൻ അങ്ങനെയാണ്. ഓക്കെ, അതുകൊണ്ട് ടെൻഷൻ അടിക്കാൻ പാടില്ല. കുറച്ച് മാറിപ്പോകുന്നുണ്ട്. നന്നായിട്ട് വായിക്കും. എന്റെ വീട്ടില് നമ്മളെ എല്ലാവരും ഉള്ളത് പോലെ ഉണ്ട്. ഹസ്ബൻഡ് ഉണ്ട്, അച്ഛനമ്മയുണ്ട്, എനിക്കൊരു മോളുണ്ട്. എക്സാം എന്ന് കേൾക്കുമ്പോൾ ടെൻഷൻ വേണ്ട കേട്ടോ. ടെൻഷൻ പാടില്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടോ? ചോദിക്കേ, നമ്മൾ ടെൻഷൻ അടിച്ചെന്നൊക്കെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും? ഒരു ഉപകാരമില്ലാന്നേ. നമ്മൾ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും വരാനുള്ളത് വരും. ഓക്കെ, എന്റെ സ്റ്റുഡൻസിനോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ എന്നെ എനിക്ക് മുന്നേ എപ്പോഴും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? നിങ്ങള് കണ്ടിട്ടുണ്ടോ? വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ക്ലാസ് കാണാറുണ്ടോ? നമ്മള് ക്ലാസ് അല്ലാതെ യൂട്യൂബ് ചാനൽ ഉണ്ട്. സോ അതിലെല്ലാ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്നെ എപ്പോഴെങ്കിലും ആയാലും കണ്ടിട്ടുണ്ടോ? എവിടെയാ കണ്ടേ? അത് കേൾക്കട്ടെ. എവിടെയാ കണ്ടേ? പറയൂ. അറിയൂ, അറിയുന്നില്ലല്ലോ. കണ്ടിട്ടുണ്ട്. ക്ലാസ് കേട്ടോ? ഞാനിട്ടില്ല. വെരി ഗുഡ്. ആരോ കണ്ടെന്ന് പറഞ്ഞു. ആയി കണ്ടിട്ടുണ്ടോ എന്നെ? ഇനിയിപ്പോ എന്തായാലും യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയിട്ട് കാണാം അല്ലെ? എന്തായാലും നോക്കൂ. അപ്പോ ഞാൻ പൊതുവെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, സ്ക്രോൾ ചെയ്തപ്പോ കണ്ടല്ലേ. ഓക്കെ, കണ്ടിട്ടുണ്ടോ? എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ല. സ്മാർട്ട് ട്രീക്ക് ഉണ്ട്. സ്മാർട്ട് ട്രീയിൽ നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യും. സ്മാർട്സിന്റെ ക്ലാസ് ആണ് എന്റെ യൂട്യൂബ് ചാനൽ കേട്ടോ. സ്മാർട്ട് ട്രീ. ഓക്കെ, സ്മാർട്ട് അക്കാദമി ആണ്. അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സറിയൂര് കണ്ടിട്ടുണ്ട്. എന്റെ ക്ലാസ് ഏതാ കണ്ടേന്ന് പറയൂ. ഏത് ക്ലാസ്സാ കണ്ടേ? HA ആണോ? HA മീൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണോ കണ്ടേ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. അതൊക്കെ പോട്ടെ. പറഞ്ഞു വന്നത് ഓൾഡ് കസ്റ്റമർ പേഴ്സ് കിട്ടോ? അറിയില്ല കേട്ടോ. സോറി. അപ്പോ ടെൻഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. ടെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വരാനുള്ളതെന്ന് പറഞ്ഞു. സോ നമ്മള് ധൈര്യത്തോടെ എല്ലാ പ്രോബ്ലംസ് ആണ്, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ധൈര്യത്തോടെ തന്നെ കോൺഫിഡന്റ് ആയിട്ട് ഫേസ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും എന്താണെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. എക്സ്പെക്ടേഷൻസ് കില്ലിങ് ആണെന്ന് പറയാം. നമ്മുടെ എന്താണ് നമുക്ക് സാഡ്നെസ് മാത്രമേ നമുക്ക് തരുള്ളൂ. എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ നമുക്ക് എപ്പോഴും സങ്കടം മാത്രമേ തരൂ, ഒരിക്കലും സന്തോഷം തരില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് എടുത്ത് നോക്കും. നമ്മൾ എത്രത്തോളം പ്രതീക്ഷയിലുണ്ട്, അത് കിട്ടാതാകുമ്പോണ്ടാവുന്ന സങ്കടം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷെ ആഗ്രഹിക്കാം. അതിന്റെ കൂടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ സ്മാർട്ട് ട്രീയിൽ പ്രീവിയസ് ബാച്ച് ക്ലാസ് ഓക്കെ, ഇനി പറയാലോ. ഞാൻ മോണ്ടിസോറി എടുക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ടീച്ചറാണ്. മോണ്ടിസോറി ആണ് ഇംഗ്ലീഷ് ടീച്ചറാണ്. സോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറെ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചാണ് ജസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചൊന്നുമില്ല. ഞാൻ മെയിൻലി ഇംഗ്ലീഷ് ആണ് എടുക്കാറ്. പക്ഷെ എടുക്കുന്നുണ്ട്. അത്യാവശ്യമില്ല, എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ടെൻഷൻ അടിക്കണ്ട. നന്നായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് പഠിക്കുക. ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, ക്ലിയർ? റെക്കോർഡ്സില്
നമുക്ക് പിക്ചേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനിയിപ്പോ അത് ഡിജിറ്റലായിട്ട് എഴുതാണെങ്കിൽ അതാണെങ്കിൽ റെക്കോർഡ്സ് ആണെങ്കിൽ നമ്മൾ ഡിജിറ്റലായിട്ട് എഴുതാം. മോസ്റ്റ്ലി എല്ലാ റെക്കോർഡ്സിലും നമ്മള് അല്ലെ പിക്ചേഴ്സ് ഉണ്ടാകാം, മേ ബി ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സോ അത് മസ്റ്റ് ആയിട്ട് വേണം എന്നൊന്നും പറയുന്നില്ല. അത് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്തു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ. അതിന്റെ ഡയറക്ഷൻസ് ആണെങ്കിലും അത് നമ്മൾ ചെയ്ത ഓരോ പ്രൊസീജിയേഴ്സ് ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നമ്മൾ അതിൽ എന്താണ് റിപ്പോർട്ട് ചെയ്യണം. അതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ അതെങ്ങനെ പിക്ചറൈസ് ചെയ്യാൻ ചോദിച്ചാൽ ഇങ്ങനെ പിക്ചറൈസ് ചെയ്യാം, അങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ചിലപ്പോ ഏതൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു വേണമെങ്കിൽ അതിന്റെ നെയിം കൊടുക്കാം, വേണമെങ്കിൽ അതിന്റെ പിക്ചർ കൊടുക്കാം, അതൊക്കെ ചെയ്യാവുന്നതാണ്. സോ അല്ലാതെ നമ്മളിങ്ങനെ അത് പിക്ചറൈസ് ചെയ്യാന്നൊക്കെ അറിയില്ല കേട്ടോ. സോ നന്നായിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളത് കീപ്പ് ചെയ്യേണ്ടതാണ്. റിപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എക്സ്പ്ലെയിൻ ചെയ്യുക, എന്തൊക്കെ യൂസ് ചെയ്തു, അതെങ്ങനെ യൂസ് ചെയ്തു, ഏത് പ്രൊഡക്റ്റ് ആണ്, അത് എങ്ങനെ ഡയറക്ഷൻസ് എങ്ങനെ ആ ഡയറക്ഷനിൽ യൂസ് ചെയ്തു, അല്ലെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് എങ്ങനെ യൂസ് ചെയ്തേ, ആ ഏരിയ അങ്ങനെ ക്ലീൻ ചെയ്തു, ഏരിയ ക്ലീൻ ചെയ്യുന്ന ആരൊക്കെയായിരുന്നു, അത് അവരെന്തൊക്കെയാണ് ധരിച്ചത്, അവരെന്തൊക്കെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആണ് അവർ വെയർ ചെയ്തത്. സോ ആ ഒരു ഏരിയ നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്തു, അതെങ്ങനെ എവിക്ട് ചെയ്തു, ഓക്കെ സ്പില്ലേജ് വേസ്റ്റ് ചെയ്ത് കണ്ടെയ്നർ നമ്മൾ ഡിസ്പോസ് ചെയ്തു, അതെങ്ങനെ ഡിസ്പോസ് ചെയ്തു, അതുമായി കോൺടാക്ട് ചെയ്ത് വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലീൻ ചെയ്തു, അതെങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റി. ഇപ്പോ ഫർണിച്ചേഴ്സ് ആണെങ്കിൽ അല്ലെ, സോഫ്റ്റ് ഫർണിച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും നോർമലി ആ ഏരിയ ക്ലീൻ ചെയ്യുന്ന പോലും ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ അത് നമ്മൾ എന്താ ചെയ്യാം, ഹോട്ട് വാട്ടർ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ആ ഫർണിച്ചേഴ്സിനായിക്കോട്ടെ, അല്ലെങ്കിൽ പറയുന്ന കാർപ്പറ്റിനായിക്കോട്ടെ എന്താണ് കംപ്ലൈൻസ് വരാൻ ചാൻസ്, നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. സോ അത് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഹോട്ട് വാട്ടേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡിറ്റർജന്റ്സ് വെച്ചിട്ടോ അങ്ങനെ സൊല്യൂഷൻസ് വെച്ചിട്ടാണ്, അതായത് ആ ഫർണിച്ചറിന്റെ ഹാർംഫുൾ അല്ലാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുക. സോ അതെല്ലാം ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ എല്ലാം ആ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? അപ്പൊ ഏത് സ്പില്ലേജ് വേസ്റ്റ് ആണോ നമ്മൾ ചെയ്യുന്നത് അതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മൾ അവിടെ വ്യക്തമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് വായിച്ചിട്ട് വരാം. ഇനി കുറച്ച് പോർഷൻസും കൂടെ ഉള്ളൂ, അതുപോലെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകും. ഓക്കെ, ചിലപ്പോ കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുകയാണെങ്കിൽ നമ്മൾ വേറെ ചാപ്റ്ററിലേക്ക് പോകും കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിക്കാം കേട്ടോ. അടുത്ത പോർഷൻസ് നന്നായിട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കാം, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഓക്കെ ആണല്ലോ? യെസ്, ഞാൻ വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ, ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ? ഞാൻ എപ്പോഴും ചോദിക്കാറില്ലേ പൊതുവെ, ക്ലാസ് ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തന്നെ പറയാം, അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് എന്തുണ്ടെങ്കിലും ആരോടും പറയാനുള്ള ധൈര്യം നമുക്ക് വേണം കേട്ടോ. അത് ആരോടാണെങ്കിലും, നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും ആരുടെ മുഖത്തൊക്കെ ആണെങ്കിലും പോലും ഇത് പറയണം. അത് അവർക്ക് ഹേർട്ട് ആകുന്ന രീതിയിലല്ല പറയേണ്ടതെന്ന് മാത്രം. ഓക്കെ, സോ എന്നോടാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നോട് പറയാം. നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് പറയാൻ എളുപ്പമാണ്, പക്ഷെ നെഗറ്റീവ്സും നോയും പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും കൂടെ എല്ലാവരും പഠിക്കണം. ഓക്കെ, ഇത് ചുമ്മാ പറയുന്നല്ല കേട്ടോ, നമ്മുടെ ലൈഫില് നമുക്കതൊക്കെ ആവശ്യമാണ്. നമുക്കത് അറിയാത്തൊരു കാര്യമാണ് ഈ നോ പറയുന്നത്. ആരോട് കുറച്ച് എന്ത് നെഗറ്റീവ്സ് ആണെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിപ്പോ ഇവിടെ ആരോടാണെങ്കിലും അത് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം. ഓക്കെ, വുമൻസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ആ ഒരു ധൈര്യം വേണം. അപ്പൊ എന്റെ ക്ലാസ് മോശമാണ്, എന്റെ ക്ലാസ് എന്തെങ്കിലും സജഷൻസോ ഒപ്പീനിയൻസോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എന്നോട് തന്നെ പറയാവുന്നതാണ്. എനിക്കത് ഹേർട്ട് ആകോ, എനിക്കത് വിഷമമാകോ എന്നൊന്നും ആരും വിചാരിക്കണ്ട, പറയാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? That's all. അത്രയൊക്കെ ഉള്ളൂ. It's time to wind up today's class. Okay, so thank you all. See you on next class. Okay, bye. Bye.